നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 2 ഏകാധിപതികൾക്കേറ്റ പ്രഹരമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ. നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ. തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിൽ CPM-ന് ബംഗാളിലെ അനുഭവമുണ്ടാകുമെന്നും VM സുധീരൻ. ഒറ്റപ്പാലത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ P ബാലൻ അനുസ്മരണം. തൃശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് കുന്നംകുളം, വേലൂർ, മുണ്ടൂർ, ദേശമംഗലം, തലശ്ശേരി ഭാഗങ്ങളിൽ 3 മുതൽ 4 സെക്കൻഡ് വരെ നീണ്ടുനിന്ന പ്രകമ്പനമുണ്ടായതായി നാട്ടുകാർ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ ഭരണകൂടം. സംസ്ഥാന സർക്കാരിന്റെ പാലക്കാടിനോടുള്ള അവഗണനയുടെ സാക്ഷ്യപത്രമാണ് പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥയെന്ന് VK ശ്രീകണ്ഠൻ MP. സർക്കാർ അവഗണനയ്ക്കെതിരെ അനിശ്ചിതകാല സമരം തുടരുന്ന വിദ്യാർത്ഥി ഐക്യ സമിതിക്ക് MP-യുടെ പിന്തുണ. സമരക്കാർ പൂട്ടിയിട്ട IP ബ്ലോക്കിൽ പ്രതിഷേധ കൂട്ടായ്മ നടന്നു. KPS മേനോൻ സ്മാരക ഷട്ടിൽ ബാഡ്മിന്റൺ റാങ്കിംഗ് ടൂർണമെന്റിന് ഒറ്റപ്പാലത്ത് തുടക്കം. KPS മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ 6 ദിവസങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് 400ഓളം താരങ്ങൾ. മത്സരങ്ങൾ അണ്ടർ 19 സീനിയർ വിഭാഗങ്ങൾ. വാർത്തകൾ വിശദമായി. 2 ഏകാധിപതികൾക്കേറ്റ പ്രഹരമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് VM സുധീരൻ. നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്നും VM സുധീരൻ പറഞ്ഞു. ഒറ്റപ്പാലം പാലപ്പുറം സൂര്യ ഓഡിറ്റോറിയത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ P ബാലൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദിയും പിണറായി വിജയനും ഏകാധിപത്യ മനോഭാവമുള്ളവരാണെന്ന് VM സുധീരൻ ആരോപിച്ചു. ഇനിയും ഇവർ പഠിച്ചില്ലെങ്കിൽ ജനങ്ങൾ പാഠം പഠിപ്പിക്കും. കേരളത്തിൽ ഇനിയും ഈ നിലപാടുകളുമായി CPM മുന്നോട്ടു പോയാൽ ബംഗാളിലെ സ്ഥിതി കേരളത്തിലുമുണ്ടാകുമെന്നും VM സുധീരൻ പറഞ്ഞു. നടത്തിയിട്ടുള്ളത് ഒരു ഭാഗത്ത് ഇതിനൊക്കെ എതിരായി നിൽക്കുന്നു എന്ന് പറയുകയും മോഡി ശൈലി അംഗീകരിച്ചുകൊണ്ട് വൻകിട സാമ്പത്തിക ശക്തികൾക്ക് വേണ്ടി ഭരിക്കുന്ന ഹാരിസന് വേണ്ടി, ടാറ്റമാർക്ക് വേണ്ടി, അതുപോലെ തന്നെ വൻകിട കുത്തകകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത കമ്മ്യൂണിസത്തിൻ്റെ പേരിലുള്ള പിണറായി സർക്കാർ, അവർ രണ്ടുപേരും ഒരേ നാണയത്തിൻ്റെ ഇരുവശമാണ്. മോഡി ആയാലും പിണറായി ആയാലും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്ന് അവരുടെ പ്രവൃത്തികൾ തെളിയിച്ചിരിക്കുന്നു. എന്തായാലും CPM-നും തിരിച്ചടി അവരെയും മോഡിയെ സ്വാധീനിച്ച പോലെ തന്നെ അവരെയും സ്വാധീനിക്കും. അവർ തെറ്റ് തിരുത്താൻ തയ്യാറല്ലെങ്കിൽ ബംഗാളിലെ CPM-ന്റെ അതേ അനുഭവം തന്നെയായിരിക്കും. VC കബീർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മുൻ MLA CP മുഹമ്മദ് P ബാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഹരിഗോവിന്ദൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. DCC സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട്, K ശ്രീവത്സൻ, VKP വിജയനുണ്ണി, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, മനോജ് ചിങ്ങന്നൂർ, P ഗിരീശൻ, ജിതേഷ് മോഴിക്കുന്നം, തോമസ് ജേക്കബ്, പാഞ്ചാലി, മായ ടീച്ചർ, മുഹമ്മദ് അലി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഭൂചലനം. കുന്നംകുളം, വേലൂർ, മുണ്ടൂർ, ദേശമംഗലം, തലശ്ശേരി ഭാഗങ്ങളിലാണ് നേരിയ ഭൂചലനമുണ്ടായത്. 3 മുതൽ 4 സെക്കൻഡ് വരെ നീണ്ടുനിന്ന പ്രകമ്പനമുണ്ടായതായി പ്രദേശവാസികൾ പറയുന്നു. തൃശൂരിനോട് ചേർന്ന പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിലും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ദേശമംഗലം, തലശ്ശേരിയിൽ രാവിലെ 8:14 4 സെക്കൻഡോളം ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കം കേട്ടത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും തൃശൂർ ജില്ലാ ഭരണകൂടം അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പാലക്കാടിനോടുള്ള അവഗണനയുടെ സാക്ഷ്യപത്രമാണ് പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥയെന്ന് VK ശ്രീകണ്ഠൻ MP. മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ അനിശ്ചിതകാല സമരം തുടരുന്ന വിദ്യാർത്ഥി ഐക്യ സമിതിക്ക് MP പിന്തുണ പ്രഖ്യാപിച്ചു. 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരാണ് പാലക്കാടിന് മെഡിക്കൽ കോളേജ് അനുവദിച്ചത്. വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള അവഗണന നാടിനും നാട്ടുകാർക്കും ഗുണം ചെയ്യില്ലെന്ന് VK ശ്രീകണ്ഠൻ MP ചൂണ്ടിക്കാട്ടി. 10 വർഷമായി അടിസ്ഥാന സൗകര്യം പോലും ഏർപ്പെടുത്താൻ ഇടത് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇത് നിരുത്തരവാദപരമാണ്. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ തകർക്കുന്ന സർക്കാർ നയം അവസാനിപ്പിക്കണം.
മെഡിക്കൽ വിദ്യാർത്ഥികളോടും മെഡിക്കൽ കോളേജിനോടും അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് മെഡിക്കൽ കോളേജിലെ അടച്ചിട്ട IP വാർഡുകളിൽ സമരം ചെയ്ത് വിദ്യാർത്ഥികൾ. അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായാണ് IP വാർഡിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മെഡിക്കൽ കോളേജിലെ ഇൻപേഷ്യന്റ് വിഭാഗം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തുറന്ന IP നാളുകൾക്കകം തന്നെ ഡോക്ടർമാരുടെയും അനുബന്ധ സേവനവും നൽകാൻ കഴിയാതെ അടച്ചുപൂട്ടി. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പരിശീലനത്തിന് IP പ്രവർത്തനം ഒഴിച്ചുകൂടാനാകാത്തതാണ്. IP വാർഡ് ആരംഭിക്കണമെന്നതാണ് വിദ്യാർത്ഥികളുടെ ഐക്യസമരസമിതി ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വിദ്യാർത്ഥി ഐക്യസമരസമിതി IP സമരം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശക്തമായ കാറ്റിലും മഴയിലും തേനൂരിൽ മരം വീണ് വീട് തകർന്നു. തേനൂർ അയ്യർമല ഈച്ചറിന്റെ ഭാര്യ മീനാക്ഷിയുടെ ഓടിട്ട വീടാണ് തകർന്നത്. കഴിഞ്ഞ രാത്രിയാണ് വീടിന് മുകളിലേക്ക് മരം വീണത്. മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ആർക്കും പരിക്കില്ല. വീട് തകർന്നതോടെ വലിയ പ്രതിസന്ധിയിലാണ് ഈ കുടുംബം. ഒറ്റപ്പാലം NSS കോളേജിൽ വിദ്യാർത്ഥികളുടെ ഹാജർ രേഖപ്പെടുത്തുന്ന രജിസ്റ്ററിൽ ക്രമക്കേടെന്ന് SFI നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചു. ഒറ്റപ്പാലം NSS കോളേജിനെ പ്രതിനിധീകരിച്ച് ഒരു വിദ്യാർത്ഥി ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. ഈ ദിവസത്തെ ഹാജർ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവരുടെ ഒപ്പ് രേഖപ്പെടുത്തിയ അപേക്ഷയുമായി പ്രിൻസിപ്പാളിനെ കാണാനെത്തി. എന്നാൽ രജിസ്റ്ററിൽ ഹാജർ നില രേഖപ്പെടുത്താനാവില്ലെന്ന നിലപാടിൽ പ്രിൻസിപ്പൽ ഉറച്ചുനിന്നു. ഈ സാഹചര്യത്തിൽ ഹാജർ രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ക്ലാസ്സിൽ വരാത്ത വിദ്യാർത്ഥിക്കും വന്ന വിദ്യാർത്ഥിക്കും ഒരു ഹാജർ നിലയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. KSU സംഘടനയിൽ പ്രവർത്തിക്കുന്ന ക്ലാസ്സിൽ വരാത്ത വിദ്യാർത്ഥികൾക്കാണ് രജിസ്റ്ററിൽ ഹാജർ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് SFI ആരോപിച്ചു. വിദ്യാർത്ഥികളുടെ ഹാജർ രജിസ്റ്റർ പ്രത്യേക സമിതിയെക്കൊണ്ട് പുനഃപരിശോധിപ്പിക്കണം. കോളേജിനെ പ്രതിനിധീകരിച്ച് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ പോയ വിദ്യാർത്ഥിക്ക് അർഹതപ്പെട്ട ഹാജർ നൽകണം എന്നും SFI ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം CI TP ഫർഹാദിന്റെ നേതൃത്വത്തിൽ SFI നേതാക്കളും പ്രിൻസിപ്പാളും ചർച്ച നടത്തി. SFI പ്രവർത്തകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥിക്ക് ഹാജർ നൽകാമെന്നും വിദ്യാർത്ഥികളുടെ ഹാജർ രജിസ്റ്റർ SFI സംഘടനാ പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ സമിതി പരിശോധിക്കാമെന്നും പ്രിൻസിപ്പാൾ ഉറപ്പു നൽകിയെന്ന് നേതാക്കൾ അറിയിച്ചു. പരിശോധിച്ച സമയത്ത് ഈ മാസം ഈ ക്യാമ്പസിലേക്ക് വരാത്ത ചില ആളുകൾക്ക് പോലും വലിയ രീതിയിൽ അറ്റൻഡൻസ് കൊടുക്കുന്ന ഒരു ക്രമക്കേട് അതിവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് വരാത്ത വിദ്യാർത്ഥികൾക്ക് അറ്റൻഡൻസ് ഉണ്ട്, വന്ന വിദ്യാർത്ഥികൾക്കും വരാത്ത വിദ്യാർത്ഥികളും ഒരേപോലെയാണ് അറ്റൻഡൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വരാത്ത വിദ്യാർത്ഥികളെ കുറച്ച് പേര് നമ്മൾ എടുത്ത് നോക്കിയ സമയത്ത് ഇവരെല്ലാവരും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികൾ അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ള ആളുകൾക്കാണ് ഈ അറ്റൻഡൻസ് ഇവിടുന്ന് കൊടുത്തിട്ടുള്ളത്. അത് മൂന്നും KSUവിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾക്കാണ് ഈ പറഞ്ഞ പോലെ അറ്റൻഡൻസ് കൊടുത്തിട്ടുള്ളത്. അത് ചോദ്യം ചെയ്താണ് നമ്മൾ ചെയ്തത്. അങ്ങനെ നമ്മൾ 3 ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ആദ്യം ഈ സ്പോർട്സിൻ്റെ പയ്യൻ്റെ അറ്റൻഡൻസ്, അത് അവന് ന്യായമായിട്ടുള്ള കാര്യം. ഈ കോളേജിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഫുട്ബോൾ കളിക്കാൻ പോയിട്ടുള്ള വിദ്യാർത്ഥിയാണ്. അവന് അവകാശപ്പെട്ട അറ്റൻഡൻസ് അവന് കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഇനിയുള്ള ഈ ഒരുപാട് KSU നേതാക്കളുടെ അറ്റൻഡൻസ് അത് പരിശോധിക്കണം. നമ്മളെ ഒരു വിദ്യാർത്ഥി പ്രതിനിധി നമ്മൾ ഈ വിഷയം ഉണ്ടാക്കി ഉൾപ്പെടെയായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഇത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് അവർ ആദ്യം അംഗീകരിച്ചില്ല. പിന്നെ CI ഉൾപ്പെടെ പോലീസുകാർ ഉൾപ്പെടെ വരികയും CI വെച്ചിട്ട് നമ്മൾ സമാധാന യോഗം കൂടുകയും ആ യോഗത്തിലാണ് പ്രിൻസിപ്പൽ സമ്മതിച്ചത്. അതായത് SFI ജില്ലാ സെക്രട്ടറി S. വിപിൻ, വൈസ് പ്രസിഡന്റ് K. പ്രേംജിത്ത്, സെക്രട്ടേറിയറ്റ് അംഗം അഫ്സൽ വാഴൂർ, ഏരിയ പ്രസിഡന്റ് അബു ഫാസിൽ, സെക്രട്ടറി TM ദുർഗാദാസൻ, ഏരിയ വൈസ് പ്രസിഡന്റ് AK നിഭ, MV അഭിനവ്, സച്ചിൻ S. കുമാർ, യൂണിറ്റ് പ്രസിഡന്റ് K. അമൽകൃഷ്ണ, സെക്രട്ടറി കാർത്തിക് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം. അതേസമയം രജിസ്റ്ററിൽ ഒരു അപാകതയുമില്ലെന്നും ആർക്കു വേണമെങ്കിലും പരിശോധിക്കാമെന്നും പ്രിൻസിപ്പാൾ ഡോക്ടർ K. സജീവ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി കീഴത്തൂരിൽ പേവിഷ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കോട്ടായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ കോട്ടായി പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ നേതൃത്വത്തിൽ കീഴത്തൂർ ALP സ്കൂളിലാണ് പേവിഷബാധയ്ക്കെതിരായ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്.
കോട്ടായി പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ JPHN ലത, MLSP നിത്യ, ആശാവർക്കർ പ്രിയ, സ്കൂൾ പ്രധാനാധ്യാപകൻ സുബൈർ, അധ്യാപകരായ ഷിഫ, ജസ്ന, സൂര്യ, മുഹമ്മദ് ജസീം, ജുനൈദ്, ഇൻസില, സുജാത, രഞ്ജിനി എന്നിവർ നേതൃത്വം നൽകി. പേവിഷ പ്രതിരോധം സംബന്ധിച്ച് കുട്ടികൾ പ്രതിജ്ഞയെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കോട്ടായി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി SSLC+2 ജേതാക്കളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. എത്രയൊക്കെ ഉന്നതിയിലെത്തിയാലും ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ചാലും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് വളർത്തി വലുതാക്കിയ സ്വന്തം മാതാപിതാക്കളെ പരിഗണിക്കാത്തവന്റെ അറിവും നേട്ടങ്ങളും കേവലമാണെന്ന് അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഓർമ്മപ്പെടുത്തി. മനുഷ്യനിലെ മൃഗീയതയെ മാറ്റി മനുഷ്യത്വം ഉണ്ടാക്കിയെടുക്കുന്നതാണ് യഥാർത്ഥ അറിവ്. സ്നേഹം എന്ന് പറയുന്ന സാധനം നമ്മൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഒന്ന് ഓർക്കണം, നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ മാർക്കിന്റെ എല്ലാം നമ്മുടെ പരിപൂർണ്ണതയാണെങ്കിൽ മനസ്സും വ്യക്തിയാവണമെങ്കിൽ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന അച്ഛനും അമ്മയും അവരുടെ വളർത്ത് നിങ്ങൾ എങ്ങനെയാണ് ഈ സ്ഥാനത്തിലെത്തി എന്ന് പലരും പഠിക്കണം. ഞങ്ങളായി എന്ന് പറയുന്നത് നിങ്ങൾ LKG ആക്കാനും UKG സ്കൂളിലേക്ക് വിടുമ്പോ ആ രാവിലെ നേരത്തെ എണീച്ച് നിങ്ങൾക്ക് ആ കുളിപ്പിച്ച് അതുപോലെ തന്നെ മറ്റേ ഡ്രസ് കിപ്പിച്ച് ചോറ് തന്ന് വേറെ പോലും നിങ്ങൾ എടുക്കില്ല, അതും കൂടെ എടുത്ത് തൊട്ട് നിങ്ങൾ നടക്കാനായിട്ട് ഞങ്ങളൊക്കെ കിലോമീറ്റർ നടന്ന് പഠിച്ചവരാണ്. മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടായി പഞ്ചായത്ത് പരിധിയിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. കോട്ടായി ക്ഷീരോത്പാദക സംഘം ഹാളിൽ നടന്ന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് PP സുധ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറും സിനിമാ സീരിയൽ നടനുമായ കിജൻ രാഘവൻ മൊമന്റോ വിതരണം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് VB ശശിധരൻ, INTUC മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി C ചന്ദ്രൻ, മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് A ശാന്തകുമാർ, കോട്ടായി ഗ്രാമപഞ്ചായത്ത് അംഗം ലക്ഷ്മിക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മോഹൻകുമാർ സ്വാഗതവും ജനറൽ സെക്രട്ടറി PR രമേശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ലക്കിടി ശ്രീശങ്കര ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വളരെ അധ്വാനിച്ച് അഭിമാനകരമായ വിജയം നേടി സ്വന്തം സ്കൂളിന്റെ സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ വിജയത്തിന് ഇവരെ പഠിപ്പിച്ച അധ്യാപകർ, രക്ഷിതാക്കൾ, SSLC+2 പരീക്ഷകളിൽ വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. AP ബാലൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഹരി, പ്രിൻസിപ്പാൾ TA പ്രവിത, പ്രധാനാധ്യാപിക N ഇന്ദുകല, PTA പ്രസിഡന്റ് TV തോമസ്, KP സുനിൽകുമാർ, PK അജിത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള കലാമണ്ഡലത്തിൽ കലാമണ്ഡലം ലീലാമ്മ അനുസ്മരണം നടന്നു. അനുസ്മരണ ചടങ്ങ് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. താളത്തിൽ ആദ്യ താളത്തിൽ ചെണ്ട ഇടന്തല പിടിക്കുന്നത് 3 അക്ഷരം കഴിഞ്ഞിട്ട് ആണ് ഒരു വലന്തല പിടിക്കുക. ഈ 8 അക്ഷരത്തിൽ 3 അക്ഷരം മാത്രമേ വലന്തല പിടിക്കണ്ടൂ. അപ്പോൾ റേഷാർ അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു സമാധാനമായി, തായമ്പയിലെ വലന്തല സ്ഥാനം ഇനി അടുത്ത 3 പ്രാവശ്യം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി, അതാണ് എൻ്റെ ജോലി സാധ്യത എന്നെനിക്ക് തോന്നുന്നു എന്നൊരു സന്തോഷം കൂടി ഞാൻ അദ്ദേഹമായിട്ട് പങ്കുവച്ചിരുന്നു. എന്തായാലും ടീച്ചറെ അനുസ്മരിക്കാനുള്ള ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം അത് നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ചതിൽ കൃഷ്ണപ്രിയയോടും ഇതിൻ്റെ സംഘാടകരോടും എത്രമാത്രം സന്തോഷം രേഖപ്പെടുത്തണം അതിനതിരില്ല. അതും കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ലീലാമ്മ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡ് മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം കവിതാ കൃഷ്ണകുമാറിന് കലാമണ്ഡലം ഭരണസമിതി അംഗം പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി സമ്മാനിച്ചു. ഡോക്ടർ കലാമണ്ഡലം നിഖില അനുസ്മരണം നടത്തി. ഡോക്ടർ വിദ്യാറാണി, ഡോക്ടർ ഗീത ശിവകുമാർ, NB കൃഷ്ണപ്രസാദ്, കലാമണ്ഡലം ശ്രീവിദ്യ, കലാമണ്ഡലം പ്രസന്ന എന്നിവർ സംസാരിച്ചു. ഡോക്ടർ കലാമണ്ഡലം കൃഷ്ണപ്രിയ ഗോപാൽ സ്വാഗതവും
കലാമണ്ഡലം ശ്രീദേവി മോഹനൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് താള തൗരത്രികം ക്ലാസും ലീലാമ്മയുടെ ശിഷ്യന്മാരുടെ നേതൃത്വത്തിൽ മോഹിനിയാട്ടവും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാത്തൂരിൽ KSKTU PK കുഞ്ഞച്ചൻ അനുസ്മരണം നടത്തി. അനുസ്മരണ യോഗം യൂണിയൻ കുഴൽമന്ദം ഏരിയ സെക്രട്ടറി R. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KSKTU സ്ഥാപക നേതാവ് PK കുഞ്ഞച്ചൻ്റെ 33ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. മാത്തൂർ തച്ചങ്കാട് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണം KSKTU കുഴൽമന്ദം ഏരിയ സെക്രട്ടറി R. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ദലിതരും പിന്നോക്കക്കാരും അടങ്ങുന്ന ഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് യാതൊരു അവകാശവുമില്ലാതെ അടിമതുല്യമായ ജീവിതം നയിച്ച സാഹചര്യത്തിലാണ് കർഷക തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നത്. അതൊരു വിപ്ലവകരമായ പ്രവർത്തനമായിരുന്നു. പ്രതികൂലമായ ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് കുഞ്ഞച്ചനെ പോലെയുള്ള സഖാക്കൾ ഈ പ്രസ്ഥാനം ശക്തിപ്പെടുത്തിയത്. CPM മാത്തൂർ ലോക്കൽ സെക്രട്ടറി TM പുഷ്പദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട്, V. സന്തോഷ്, K. ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട VT അക്ബറെ പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1997-98 SSLC ബാച്ച് അനുമോദിച്ചു. പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ്ബിലായിരുന്നു സ്വീകരണ പരിപാടി. പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂളിലെ 1997-98 SSLC ബാച്ച് ഒരു വട്ടം കൂടെയുടെ സെക്രട്ടറിയായിരുന്നു അക്ബർ VT. ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അക്ബർ VTക്ക് പട്ടാമ്പിയുടെ വികസന കുതിപ്പിനായി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനാകുമെന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങളുടെ സെക്രട്ടറിയാണ് പ്രിയപ്പെട്ട അക്ബർ VT. അദ്ദേഹം ഇവിടെ VT സീൽസ് ആൻഡ് മെറ്റീരിയൽസ് കൊണ്ട് കരിപ്പുള്ളിയിൽ ഒരു സ്ഥാപനം നടത്തുകയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളെ ഇവിടുത്തെ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ യൂത്ത് വിംഗ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനൊരു സ്വീകരണം നൽകണമെന്ന് അതിയായ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനെയൊരു പത്രസമ്മേളനം വിളിച്ചതും അദ്ദേഹത്തെ ഞങ്ങളിങ്ങോട്ട് ക്ഷണിച്ചതും. ഞങ്ങളുടെ ഒരു വട്ടം കൂടിയതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഈ ഒരു സംഘടന സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നത് കഴിഞ്ഞ 2023 ജനുവരി 15-ാം തീയതിയായിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അന്നു മുതൽ ഇന്ന് വരേക്ക് ഞങ്ങളൊരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞ് ചുരുങ്ങിയ ഒരു സംഘടനയായിട്ട് നിൽക്കുകയല്ല, കൂടെ അതോടൊപ്പം ഞങ്ങളുടെ കൂടെ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുക, അങ്ങനെ തരത്തിൽ അസുഖമുള്ള ആളുകളെ സഹായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരികയാണ്. ചടങ്ങിൽ ഒരു വട്ടം കൂടെ പ്രസിഡന്റ് MK മൊയ്നുദ്ദീൻ, ട്രഷറർ KP ഷഫീഖ്, K. നൌഫൽ, C. സുദീപ്, AP രാജേഷ്, അബ്ദുൾ റസാഖ്, അലി അക്ബർ, രതീഷ് പന്തക്കൽ, ജിതേഷ് പന്തക്കൽ, ഷിഹാബ്, VK മുനീർ, ET റിയാസ്, E. സജു, റിഫൈൻ തങ്ങൾ, PP വിനീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സ്പോർട്സ്. KPS മേനോൻ സ്മാരക ഓൾ കേരള ഷട്ടിൽ ബാഡ്മിൻ്റൺ റാങ്കിംഗ് ടൂർണമെൻറ്റിന് ഒറ്റപ്പാലത്ത് തുടക്കം. KPS മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ച ടൂർണമെൻറ്റ് മുൻ ബാഡ്മിൻ്റൺ താരം സുമാ രവി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ തോമസ് കപ്പ് ജേതാവ് MR അർജുനെ ആദരിച്ചു. PDBSA സീനിയർ വൈസ് പ്രസിഡന്റ് ഷൈൽരാജ് നാരായണൻ സംസാരിച്ചു. 6 ദിവസങ്ങളിലായാണ് ടൂർണമെൻറ്റ്. കേരളത്തിലെ പ്രധാന ഷട്ടിൽ ബാഡ്മിൻ്റൺ റാങ്കിംഗ് ടൂർണമെൻറ്റുകളിൽ ഒന്നാണ് ഒറ്റപ്പാലത്തേത്. പത്തൊമ്പത് വയസ്സിന് താഴെയുള്ളവരുടെയും സീനിയർ വിഭാഗങ്ങളിലുമായി 400-ലേറെ മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. പുരുഷ വനിതാ സിംഗിൾസ്, ഡബിൾസ്, മിക്സഡ് ഡബിൾസ് വിഭാഗങ്ങളിലായി 361 മത്സരങ്ങളാണ് റാങ്കിംഗ് നിശ്ചയിക്കുന്നതിനായി നടക്കുക. സീനിയർ താരങ്ങളുടെ റാങ്കിംഗ് ടൂർണമെൻറ്റ് ചൊവ്വാഴ്ച വരെ നടക്കും. പ്രാഥമിക മത്സരങ്ങൾക്ക് ശേഷം ചൊവ്വാഴ്ച ഫൈനൽ മത്സരം നടക്കും. സമ്മാന വിതരണം വൈകിട്ട് 5-ന് ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് നിർവഹിക്കും. 17 മുതൽ 20 വരെയാണ് 19 വയസ്സിന് താഴെയുള്ളവരുടെ മത്സരം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
പ്രധാന വാർത്തകൾ വീണ്ടും. 2 ഏകാധിപതികൾക്കേറ്റ പ്രഹരമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ. നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ. തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിൽ CPM-ന് ബംഗാളിലെ അനുഭവമുണ്ടാകുമെന്നും VM സുധീരൻ. ഒറ്റപ്പാലത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ P ബാലൻ അനുസ്മരണം. തൃശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് കുന്നംകുളം, വേലൂർ, മുണ്ടൂർ, ദേശമംഗലം, തലശ്ശേരി ഭാഗങ്ങളിൽ 3 മുതൽ 4 സെക്കൻഡ് വരെ നീണ്ടുനിന്ന പ്രകമ്പനമുണ്ടായതായി നാട്ടുകാർ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ ഭരണകൂടം. സംസ്ഥാന സർക്കാരിന്റെ പാലക്കാടിനോടുള്ള അവഗണനയുടെ സാക്ഷ്യപത്രമാണ് പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥയെന്ന് VK ശ്രീകണ്ഠൻ MP. സർക്കാർ അവഗണനയ്ക്കെതിരെ അനിശ്ചിതകാല സമരം തുടരുന്ന വിദ്യാർത്ഥി ഐക്യ സമിതിക്ക് MP-യുടെ പിന്തുണ. സമരക്കാർ പൂട്ടിയിട്ട IP ബ്ലോക്കിൽ പ്രതിഷേധ കൂട്ടായ്മ നടന്നു. KPS മേനോൻ സ്മാരക ഷട്ടിൽ ബാഡ്മിന്റൺ റാങ്കിംഗ് ടൂർണമെന്റിന് ഒറ്റപ്പാലത്ത് തുടക്കം. KPS മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ 6 ദിവസങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് 400ഓളം താരങ്ങൾ. മത്സരങ്ങൾ അണ്ടർ 19 സീനിയർ വിഭാഗങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.